ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീടിന്റെ ഉടമസ്ഥനായ താങ്കൾക്ക് മേലെ മറ്റൊരു അവകാശി കൂടി ഉണ്ടെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ വീട് ഒഴിയണമെന്ന് വാശി പിടിക്കുന്ന അയാള് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാണിച്ചുതരാ. പിന്നെ ആരാ വാതില് തുറന്നത്? ജഗനങ്ങളെ വല്ല കള്ളന്മാരും ആയിരിക്കോ? അതറിയണമല്ലോ. വാ നോക്കാം. വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. രാവിലെ 3 പേരും കൂടെ നടക്കാൻ ഇറങ്ങിയാണോ? ആ, മലക്കറി കിറ്റൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ വീട് പൂട്ടിട്ടാണല്ലോ പുറത്തേക്ക് പോയത്. പണിക്കരേട്ടനാണോ വാതിൽ തുറന്നത്? അതെ. വീട്ടുടമസ്ഥന്റെ കയ്യില് ഒരു സ്പെയർ താക്കോല് കാണുമല്ലോ, അതുപയോഗിച്ചാണ് തുറന്നത്. അത് മര്യാദയല്ലോ പണിക്കരേട്ട. നിങ്ങൾ ഈ വീടിന്റെ ഉടമസ്ഥനാ, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ട പണം തന്നിട്ടാ ഞങ്ങൾ ഈ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത്. ആ സ്ഥിതിക്ക് കാലാവധി കഴിയുന്നത് വരെ ഈ വീടിന്റെ അവകാശം ഞങ്ങൾക്കാ. ഇവിടെ വന്ന് ഞങ്ങളുടെ അനുവാദമോ സമ്മതമോ കൂടാതെ തുറന്നു കയറിയത് മോശമായി. അത് ഒരു ന്യായീകരണവും വേണ്ട. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എടുക്കണമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് വരണമായിരുന്നു. അല്ലാതെ ഇത് ഒരുമാതിരി. ജഗ ചെയ്തത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് അദ്ദേഹത്തോട്. ജഗ, മറ്റൊന്നും തോന്നരുത്. നിങ്ങൾ ഈ വീടൊഴിഞ്ഞ് തരണം. ഒരുമാതിരി. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ്. അതെനിക്ക് നടപ്പിലാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തിറങ്ങിക്കോളൂ. നടക്കില്ല. ഇവിടുന്ന് ഞങ്ങൾ എങ്ങോട്ടും ഇറങ്ങാൻ പോകുന്നില്ല. ഇത് എന്റെ വീടാണ്. കോടതിയും പോലീസും ഒക്കെ എന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് വെറുതെ വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. ഇപ്പൊ എന്റെ ആവശ്യം അംഗീകരിക്കുക. പണിക്കരേട്ടാ, വാശിക്കും ഭീഷണിക്കും ഒന്നും ഒട്ടും പിറകിലല്ല ജഗൻ. അതുകൊണ്ട് അത് വിട്ടേക്ക്. ഈ വീടിന്റെ ഉടമസ്ഥനായ താങ്കൾക്ക് മേലെ മറ്റൊരു അവകാശി കൂടി ഉണ്ടെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ വീട് ഒഴിയണമെന്ന് വാശി പിടിക്കുന്ന അയാള് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാണിച്ചുതരാ. സാറേ, കൊള്ളാം. ബോധിച്ചു, നന്നായിട്ട് ബോധിച്ചു. എന്തേ കാണിക്കുന്നേ? അച്ഛൻ സ്വന്തം മകനെ കൂലിപ്പണിയെടുത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാത്തൊരു അച്ഛൻ. ജോലി തേടിപ്പോയ സ്ഥലങ്ങളിലെല്ലാം ജോലി കൊടുക്കരുതെന്ന് മുൻ MLA ഉത്തരവ്. ഇപ്പൊ അരപ്പട്ടിണിയാണെങ്കിലും ഒന്ന് തലചായ്ക്കാൻ കണ്ടെത്തിയ വീട് ഒഴിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. പണിക്കരെ, നടക്കില്ല.
ഇദ്ദേഹം വിളിച്ചത്ര മുദ്രാവാക്യൊന്നും വിളിച്ചിട്ടില്ലെങ്കിലും കുറെയൊക്കെ ജഗനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഒന്നും ഒഴിവാക്കാൻ നോക്കണ്ട. ജഗ, ഭാര്യയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം അതിന് തയ്യാറായപ്പോ ഞാൻ അതിനെ വിലക്കിയതുമില്ല. അതാണ് അച്ഛൻ ചെയ്ത തെറ്റെങ്കിൽ എന്റെ മകനോട് ഞാൻ മാപ്പ് ചോദിക്കുക. പിന്നെ നീ ജോലി തേടി നടന്ന സ്ഥാപനങ്ങൾ തോറും നടന്ന് നിനക്ക് ജോലി തരരുതെന്ന് ഞാൻ വിലക്കി എന്നതാണല്ലോ നിന്റെ ആരോപണം. ഈട ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈട ഞാൻ ആരെയും വിലക്കിയിട്ടൊന്നുമില്ല. കേരളാരക്കുറുപ്പെന്ന രാഷ്ട്രീയക്കാരനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. മകന്റെ അവസ്ഥ ഓർത്ത് ഉള്ളു നേറിക്കഴിഞ്ഞ കരുണാകരക്കുറുപ്പെന്ന അച്ഛനെ നീ കണ്ടിട്ടില്ല മോനെ. പണിക്കരെ, എന്തോ ഏത് തെറ്റിനും മാപ്പ് നൽകുന്ന കോടതിയാണ് അമ്മ എന്ന് ചില എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് അങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ സർവീസിലായിരുന്നോണ്ട് പുസ്തകങ്ങളൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷെ കുറുപ്പ് സാറിന്റെ ഈ രീതി കാണുമ്പോ ഏതൊരു തെറ്റിനും മാപ്പ് കൊടുക്കുന്ന കോടതിയാണ് സ്വന്തം അച്ഛൻ എന്നെഴുതിയാലും തെറ്റില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് സത്യമാണ്. അത് തെരുവിലേക്കല്ല, തിരികെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. വാ മോളെ. നിങ്ങൾ രണ്ടുപേരും ഇതെങ്ങോട്ടാ പോകുന്നത്? മാനത്തെ കൊട്ടാ